വയസ്സായിട്ടും കൊതി തീർന്നില്ല. ലൂസുമോളെ, എന്തോ? നിനക്കേ ഓമർ ഖയാമിനെ പരിചയമുണ്ടോ? ആര്? നമ്മുടെ മിസ്റ്റർ ഓമർ ഖയാം. അറിയില്ല. മുഖത്ത് നോക്കി കള്ളം പറയരുത്. ആ, പരിചയം ഉണ്ടായിരുന്നു. ഞാൻ അയാളുടെ കൂടെ കുറെ കാലം പുറത്തതുമാണ്. അതിനിപ്പോ എന്തോ വേണം? ലൂസുമോളെ, അവിടെ മൂത്ത് നരിച്ചു. എന്നിട്ട് മുട്ടിക്കളി മാറിയിട്ടില്ല. എവിടെ അടി എനിക്ക് മൂത്ത് നരച്ചത്? ചുമ്മാരി, വാതിൽ തുറന്നു കിടക്കുന്നു. ആരെങ്കിലും കാണും. ഏതവനാ ഇപ്പൊ കാണാൻ വരുന്നത്? എല്ലാം ഞാൻ കാണുന്നു സഹോദര. ഇപ്പോഴെന്താണാവോ സഹോദരന്റെ ആഗമനോദ്ദേശം? ദൈവാനുഗ്രഹമുള്ള ഒരു ക്രിസ്തീയ ഭവനത്തിലേക്ക് ഇതാ ഒരു ദൈവദാസൻ കടന്നു വന്നിരിക്കുന്നു. സഹോദരൻ എപ്പോഴാണാവോ കടന്നു പോവുക? മർക്കോസ് സഹോദരൻ വിസ്കി കഴിക്കുന്നു. സഹോദരൻ ഒരു സിഗരറ്റ് വലിക്കുന്നു. മർക്കോസ് സഹോദരന് മറ്റെന്തെങ്കിലും കള്ളു കുടിക്കുകയല്ല, ഇല്ല. സിഗരറ്റ് വലിക്കുകയല്ല, ഇല്ല. മറ്റു താല്പര്യങ്ങളൊന്നുമില്ല, ഇല്ല. പിന്നെ താൻ എന്തിനാണോ ജീവിച്ചിരിക്കുന്നത്? ൂന്ന് പറയാം, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഭാരം അതാണ് സഹോദര. ആരാണ് വീണ്ടും? ഞങ്ങളാണ്. എനിക്ക് 3 സമ്മാനങ്ങളാണ് കിട്ടിയത്. വെരി ഗുഡ്. ലൂസുമോളെ, നമുക്കിത് ആഘോഷിക്കണം. ആഘോഷം ശ്രീനിയുടെ വീട്ടിൽ വെച്ച് തന്നെ ആകാം. നമുക്ക് അങ്ങോട്ട് പോവാം. ഈ രാത്രി പോണം. നീ പോയ ഷാളും മഫ്ലറും എടുത്തോണ്ട് വാ. ആന്റി ചോദിച്ചു ശരിയാ. ഈ രാത്രി അങ്ങോട്ട് വരണോ? താൻ വിഷമിക്കണ്ട. ആഘോഷിക്കാനുള്ള കുപ്പി പതിവ് പോലെ ഞാൻ എടുക്കുന്നു. നമ്മൾ പോകുന്നു. അപ്പോൾ ഈ ദൈവദാസൻ എന്ത് ചെയ്യണം? താനും പോകുന്നു. അയ്യോ, കൂറ്റാക്കൂറ്റിരുട്ട്. ഒരു ചൂട്ടുകറ്റ പോലും ഇല്ലല്ലോ സഹോദര. നല്ല നിലാവെളിച്ചമുണ്ട്. ഞാൻ റെഡി. ശരി, ദൈവദാസൻ കുറച്ചു നേരം ഈ വാതിലിന് കാവലിരിക്കെ. അപ്പത്തിന് വഴി ഉണ്ടാക്കാം. സമാധാനമായിട്ട് സ്മോൾ അടിക്കാൻ സമ്മതിക്കാം. വന്ന് കേറിക്കോളൂ. ഞാനവിടെ വന്നിരുന്ന് സ്മോൾ അടിക്കുന്നത് നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. കുശുമോളെ നോക്കി നോക്കി. ഹലോ, തന്റെ ചേട്ടൻ വീട്ടിലുണ്ടാവുമോ? പിന്നെ ജീപ്പല്ലേ കിടക്കുന്നത്? ഉണ്ടാവും. അല്ല, ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഒറ്റപ്പയ്ക്ക് നിർത്തുന്ന പാർട്ടിയല്ലയോ? ശ്രീനി, ടുഡേ വി മസ്റ്റ് സെലിബ്രേറ്റ്. എന്തിനാണാവോ? തന്റെ മോക്കെ 3 സമ്മാനമാണ് കിട്ടിയിരിക്കുന്നത്. ശരി, നമുക്ക് ആഘോഷിക്കാം. മോളെ, മോള് പോയി കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ശരി മോളെ. ഗ്ലാസും വെള്ളവും റെഡി. പാടൂ. ഞാനാ പറഞ്ഞ പ്ലാൻസ് ഈ ഭാഗത്താവുള്ളത്. വേണ്ടോ? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഇപ്പോഴാണോ ഓഫീസിൽ പോകുന്നത്? തോന്നുമ്പോ വരാനും തോന്നുമ്പോ പോകാനുള്ള സ്ഥലമല്ല ഓഫീസ്. സോറി സർ, പപ്പയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വാട്ട് ഹാപ്പൻഡ്? ഇന്നലെ രാത്രി ബ്ലഡ് വോമിറ്റ് ചെയ്തു. ഹി ഡ്രിങ്ക്സ് എ ലോട്ട്. കൺട്രി ഡ്രിങ്ക്സ് ആണ് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞ ലിസൺ ചെയ്യില്ല. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? ഐ ഡോണ്ട് നോ. ഡോക്ടർ പറയുന്നത് പേടിക്കാനൊന്നുമില്ലെന്നാണ്. ഡാഡിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എനിക്കാരുമില്ല സർ. കയറിക്കോളൂ, ഞാൻ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട്.
എന്തിനു വേണ്ടിയാണെന്ന് സന്ധ്യാഗോ സഹോദരന്റെ ആത്മശാന്തിക്ക് വേണ്ടി. എനിക്ക് എത്രയും വേഗം അങ്ങ് പോയാ മതി. അവിടുന്ന് വിളിക്കാതെ പോകാൻ പറ്റുമോ സഹോദര? എങ്ങോട്ട് പോകുന്ന കാര്യമാണ് താൻ പറയുന്നത്? അങ്ങോട്ട് പോകുന്ന കാര്യം. നോൺസെൻസ്. എടോ മർക്കോ, എന്തു? എന്റെ ലേറ്റ് വൈഫ് മാഗി. അങ്ങനെ ഒരു ഭാര്യ ഉണ്ടായിരുന്നോ സഹോദരന്? എങ്ങനെയുള്ള ഭാര്യ? ലേറ്റ് വൈഫ്, വൈകി വന്ന ഭാര്യ. എടോ, ലേറ്റ് വൈഫ് എന്ന് പറഞ്ഞ വൈകി വന്ന ഭാര്യ എന്നല്ല, മരിച്ചുപോയ ഭാര്യ. ഓ, അവളെ അടക്കിയിരിക്കുന്ന എവിടാണെന്നറിയാമോ? ലണ്ടനിൽ റോയൽ ഫാമിലി മെമ്പേഴ്സിനെ മാത്രം അടക്കുന്ന വേൾഡ് ഫേമസ് സിമിട്രിയിലാണ്. ഉവ്വ ഉവ്വ. അതെ, ഡോക്ടർ വരുന്നു, ഡോക്ടർ വരുന്നു. ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട് സഹോദരി. എന്തിനാ? ഭർത്താവുമായുള്ള പിണക്കം തീർക്കാൻ. How are you, Mr. Santiago? എനിക്ക് ഒരു രോഗവുമില്ല ഡോക്ടർ. എന്നാര് പറഞ്ഞു? എനിക്കറിയാം. പിന്നെന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? അത് എന്റെ മോൾ ഒപ്പിച്ചൊരു ട്രാപ്പ് അല്ലേ. ശ്വാസം വലിച്ചുവിടൂ. അയ്യോ. ഉം. അയ്യാ. Continue the same medicines 2 more days. Yes, doctor. Mr. Santiago, your liver is totally damaged. ഇനി മദ്യം കഴിച്ചാൽ so be careful, okay? I don't want even an inch of liver. I want liquor. ചിരിക്കണ്ട. ലിവർ ഇല്ലെങ്കിൽ സാരമില്ല, പക്ഷെ ലിക്കർ ഇല്ല എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്താണ് മിസ്റ്റർ സാന്തിയാഗോയ്ക്ക് അസുഖം? ഡയഗ്നോസ് ചെയ്തോ? മദ്യപാനികൾക്കുണ്ടാകാവുന്ന രോഗം സിറോസിസ് ഓഫ് ലിവർ. എങ്ങനെയുണ്ട് മിസ്റ്റർ സാന്തിയാഗോ? സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? എ സ്മാൾ ഫേവർ. എന്താ വേണ്ട പറയൂ. ഒരു ക്വാർട്ടർ വാങ്ങിച്ചു തരാമോ? വിസ്കിയോ ബ്രാൻഡിയോ റമ്മോ ജിന്നോ എനിത്തിങ് വിടൂ. ഈവൻ കൺട്രി വിടൂ പ്ലീസ്. ആദ്യം അസുഖമെല്ലാം മാറി ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഒരു ഫുൾ ബോട്ടിൽ വാങ്ങിച്ചുതരാം. ഞാൻ ഇവിടെ ഇങ്ങനെ കിടന്ന ചത്തു പോവുകയുള്ളൂ. ഒന്നും സംഭവിക്കില്ല. 2 ദിവസത്തിനുള്ളിൽ അസുഖമെല്ലാം മാറും. ഞാൻ വരട്ടെ. യുവർ പപ്പ ഈസ് ഗെറ്റിംഗ് ഓൾ റൈറ്റ്. മദ്യപാനം കുറക്കാൻ പറയണം. കൂടുതൽ മദ്യപിച്ചാൽ കുഴപ്പമാണ്. ഞാനിന്ന് അച്ഛന്റെ കൂടെ വരും. അല്ലെങ്കിലും ഞാനിന്നില്ല. നീ കൊണ്ടാക്കിയാ മതിയല്ലോ അവളെ, അല്ലേ മോളെ? ഞാനിന്ന് അച്ഛന്റെ കൂടെ വരും. ശരി. ആരും എഴുന്നേൽക്കല്ലേ, ഇനിയുണ്ടൊരു ഐറ്റം പായസം. വെരി ഗുഡ്. ഹായ്, പായസം സ്റ്റൈലായിരിക്കുന്നു. എന്നും പായസം ഉണ്ടാക്കാത്തത് എന്താ? എന്നും പായസം ഉണ്ടാക്കാൻ പറ്റുമോ മോളെ? പിന്നെ ഇന്നുണ്ടാക്കിയതോ? ഇന്നേ മോളുടെ അമ്മയുടെ പിറന്നാളാ. കേട്ടോച്ചാ, ഞാനിന്ന് അച്ഛന്റെ കൂടെ വരൂ. അമ്മയുടെ പിറന്നാളല്ലേ, അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ പറയണ്ടേ? ഹായ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്നോടല്ല, അമ്മയോട്.
അമ്മേ, ഞാനാ സുജമോൾ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മ സ്കൂളിൽ നിന്ന് നാളെ കാണാം. ശരി മോളെ. ആരാ മോളെ? സുജമോൾ. അവൾ എനിക്ക് ബർത്ത്ഡേ വിഷയം വിളിച്ചതാണ്. ആഹാ, മിടുക്കി. ഷീസ് വെരി സ്മാർട്ട്. ഫോൺ ഡയൽ ചെയ്തത് ശ്രീനേട്ടനാണ്. എന്നോടൊരു വാക്കുപോലും മിണ്ടിയില്ല. നീ അങ്ങോട്ടൊന്നും മിണ്ടിയില്ലല്ലോ. അച്ഛൻ എപ്പോഴും ശ്രീനേട്ടന്റെ സൈഡാണ്, എനിക്കറിയാം. മോളെ, എല്ലാ മുറിവുകളും ഉണക്കാൻ കഴിവുള്ള സിദ്ധവൈദ്യനാണ് കാലം. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എല്ലാം ശരിയാവും. ശ്രീനേട്ടന്റെ പെരുമാറ്റം കാണുമ്പോ അങ്ങനെ ഒരു കാലം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ കുറിച്ച് ശ്രീനി ഇത് തന്നെയാണ് പറയാറുള്ളത്. ഞാൻ എന്ത് ചെയ്തെന്നാ അച്ഛൻ പറയുന്നത്? ശ്രീനി എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? നിനക്കിന്ന് ഒരു വയസ്സ് കൂടി കൂടി. അതിനനുസരിച്ചുള്ള വിവേകവും പക്വതയും എന്റെ മോള് പരിശീലിക്കണം. നല്ലൊരു ദിവസമായിട്ട് എന്താണ് നിന്റെ മുഖത്ത്? അമ്പലത്തിലോ വന്നില്ല. ദാ.